കലേട്ടനെ അത്രയധികം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ കലേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റായി ആദ്യത്തെ വാർഷിക വേദിയാണ് നമുക്ക് കിട്ടിയത്. അതിന്റെ സന്തോഷത്തിൽ കലേട്ടനെ വിളിച്ചപ്പോ തന്നെ കലേട്ടൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും എത്താം, ഒരു കുഴപ്പമില്ല, സമയമൊന്ന് പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം, നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ക്ഷണിക്കുമ്പോൾ വരാമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമായിരുന്നു ആ നിമിഷങ്ങളിൽ. അങ്ങനെ യാതൊരു ഡേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ തിരക്കാണെന്നോ ഒന്നും പറയാതെ നമ്മുടെ ഈ വേദി ഭംഗിയാക്കി ഉദ്ഘാടന വേദിയിലേക്ക് നേരത്തെ തന്നെ എത്തിയ കലേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന പ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ 2 പഞ്ചായത്തല്ല 5 പഞ്ചായത്തും അറിയുന്നൊരു പ്രസിഡന്റിലേക്ക് വന്ന ഏക വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു മെമ്പറായി തുടങ്ങി പ്രവർത്തനം കാഴ്ചവെച്ച് തന്റെ വാർഡിൽ എന്താണ് ഞാൻ എന്ന് തെളിയിക്കാൻ ഒരവസരം സ്വന്തമായി നിന്ന് അതും വൻ ഭൂരിപക്ഷത്തിൽ നേടിയെടുത്ത് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അലങ്കരിക്കൽ മാത്രമല്ല പഞ്ചായത്തിന്റെ ഭരണം വരെ തിരിച്ചുവിടുന്ന രീതിയിലേക്ക് പ്രസാദിന് എത്താൻ സാധിച്ചു. അത് സത്യം പറഞ്ഞാൽ പ്രസാദിന്റെ മാത്രം കഴിവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കും. പക്ഷെ പ്രസാദിന്റെ വാർഡിലുള്ളവർ ആ മെമ്പറെ അല്ലെങ്കിൽ പ്രസാദിനെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കണ്ടതിന്റെ തെളിവാണ് പ്രസാദിന്റെ വിജയം. വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് പ്രസാദിനെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ വിശിഷ്ട അതിഥികളാണ്. മണിത്താമര ഒരു 5 മണി ആവുമ്പോ തന്നെ എന്റെ ഷോപ്പിൽ എത്തിയതാണ്, മണിത്താമരയും മകനും. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നതാണ് മണിത്താമര. ആ ഒരു ക്ലബിന്റെ വേദിയും നമ്മുടെ ക്ലബിലെ കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരെയും വളരെയധികം മനസ്സിൽ തട്ടിയതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോ തന്നെ മണിതാമര പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വർഷം ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും പ്രിയദർശിനിയുടെ ഗ്രൗണ്ടിൽ ഞാൻ എത്തും ഈ പ്രോഗ്രാമിന്. ആ മണിതാമരയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ആ ഒരു വാക്കിന്. കാരണം നമ്മുടെ ഈ പ്രദേശത്തെ അത്രയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു വാക്ക് പറഞ്ഞത്. പക്ഷെ അതിലുപരി മണിതാമരയെ നമ്മുടെ ഇവിടുത്തുകാർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള തെളിവാണ് ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും മണിതാമരയെ നമ്മൾ ക്ഷണിച്ചത്. 5 മണിക്ക് വന്നിരിക്കുന്നതാണ് എന്റെ ഷോപ്പില്. പക്ഷെ വൈഫും കൂടി ഈ വേദിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വൈഫിനെയും കൂട്ടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മണിതാമര എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. എന്തായാലും മണിതാമരയ്ക്ക് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് വിശിഷ്ടാതിഥി കൃഷ്ണകുമാർ ആലുവ. നിങ്ങളെല്ലാവരും ടിവിയിലും മൊബൈലിലും യൂട്യൂബിലും കണ്ടിട്ടുണ്ടാവും ജൂനിയർ കലാഭവൻ മണി. അദ്ദേഹത്തെ ഞാനൊരു മണ്ണാർക്കാട് വേദിയിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് കാര്യം ഞങ്ങൾ നമ്പറോ കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, ബന്ധം ഒതുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ ഒരു സെൽഫി എടുത്ത് പോന്നു. ഏതെങ്കിലും ഒരു സമയം വരുമ്പോൾ ക്ഷണിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി പലരെയും ഞാനിങ്ങനെ ഗ്രൂപ്പിലിട്ട് പിള്ളേർ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കമ്മിറ്റിക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾക്ക് കഴിഞ്ഞ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കലാഭവൻ സതീഷ് എനിക്ക് നമ്മുടെ കൃഷ്ണകുമാരേട്ടന്റെ ഫോട്ടോസ് ഇട്ട് തന്നിട്ട്, എടാ ഇത് പറ്റുമോ നോക്കെന്ന് പറഞ്ഞത്. ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ ഞാൻ എന്റെ സെൽഫി തിരിച്ചയച്ചു. ഇതല്ലേ കൃഷ്ണകുമാർ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല, നമ്പർ തരൂ, ബാക്കി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചതും നമ്മള് അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലബിനെ കുറിച്ചും നമ്മുടെ ക്ലബിന്റെ കമ്മിറ്റിക്കാരെ കുറിച്ചും ഇവിടുത്തെ പരിപാടിയെ കുറിച്ചും കലാഭവൻ സതീഷ് കൃഷ്ണകുമാരേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഈ വേദിയിൽ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. കൃഷ്ണകുമാരേട്ടൻ
തിരക്കുകളാണ്. നാളെ വൈകുന്നേരവും പ്രോഗ്രാമാണ്. അത്രയധികം ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ വന്നു, ഗുരുവായൂരിൽ നിന്ന് ഫാമിലി ആയിട്ട് വന്നു. എന്നിട്ടും നമ്മുടെ വേദിയിലേക്ക് എത്തിയ കൃഷ്ണമാരാട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുന്ന ബോബൻ ജോർജ്, ജനകീയ വേദി ചെയർമാൻ എന്ന് മാത്രമാണ് ഈ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം വഹിക്കുന്ന പദവികൾ അതിലപ്പുറമാണ്. മലബാർ ക്ലബിന്റെ പ്രസിഡന്റാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലെ കേരള വ്യാപാര സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്. അങ്ങനെ ഒട്ടനവധി പൊതു സമൂഹ വേദിയിൽ, കഴിഞ്ഞ വേദിയിലും നമ്മുടെ ഈ വേദിയിലെത്തിയ ബോബേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരെയും പരിചയപ്പെടുത്തിയത് കൊണ്ട് അധികം ഒന്നും പറയുന്നില്ല. ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടം വരെ എത്തിയ ബോബേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് വടക്കഞ്ചേരിയിലെ വ്യാപാരികൾക്ക് കൂടെ ഒരു കൈത്താങ്ങും കാര്യങ്ങളുമായി ഒത്തൊരുമയോടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ലൊരു സംഘടന രൂപീകരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് അംഗങ്ങൾക്ക് ചേർന്ന് രൂപീകരണം കൊണ്ട് ഒരു വർഷം തികയാൻ പോകുന്ന കേരള വ്യാപാര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് സി കെ അച്യുതൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവും പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനവും പരിചയവും അതിലുപരി ബോബേട്ടനെ പോലെയുള്ള സപ്പോർട്ടും ഞങ്ങളെ പോലെയുള്ള കുറച്ച് ചുരുക്കുള്ള അവരുടെ പ്രവർത്തനവും എല്ലാം കൊണ്ടും 25 ദിവസം കൊണ്ട് 650 മെമ്പർമാര് തികഞ്ഞ നമ്മുടെ കേരളത്തിലെ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒരു സംഘടനയുടെ മഹാപ്രസിഡന്റാണ് അച്ചുവേട്ടൻ. ഈ വേദിയിൽ കഴിഞ്ഞ വർഷം എത്തേണ്ടതായിരുന്നു, വളരെ തിരക്കുകൊണ്ട് എത്തിയില്ല. എന്തായാലും ഈ വേദി ഭംഗിയാക്കാൻ ഇവിടം വരെ എത്തിയ അച്ചുവേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ മോഹനേട്ടനാണ്. കഴിഞ്ഞ വർഷം എല്ലാവരെയും പരിചയപ്പെടുത്തിയതാണ്. എന്തായാലും ഈ വർഷവും നമ്മുടെ ഈ വേദിയിലേക്ക് മോഹനേട്ടൻ വരാമെന്ന് പറഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല, മോഹനേട്ടൻ ആ വേദിയിൽ വെച്ചും അല്ലാതെയും, കാരണം ഈ പ്രദേശവും ഈ പ്രദേശത്തെ ഈ മക്കൾ ഇത്രത്തോളം ഇവിടെ എത്തിച്ചതും എല്ലാം അദ്ദേഹം എന്ന് പറഞ്ഞ പൊതുപരിപാടികൾ മാത്രമല്ല, പൊതുപ്രവർത്തനങ്ങൾ മാത്രമല്ല, സാധാരണ രീതിയിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണോ വേണ്ടത് അത് മനസ്സറിഞ്ഞ് ചെയ്ത് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു മഹാവ്യക്തി കൂടിയാണ് മോഹനേട്ടൻ. അപ്പൊ മോഹനേട്ടൻ ഈ വേദിയിലേക്ക് വീണ്ടും എത്തിയതിൽ വളരെയധികം സന്തോഷം. മോഹനേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് ഗംഗേട്ടനാണ്, വോയിസ് ഓഫ് വടക്കഞ്ചേരിയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ വർഷം നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. വോയിസ് ഓഫ് വടക്കഞ്ചേരി രൂപീകരിച്ച് ഒരു വർഷം പിന്നിടുമ്പോ രണ്ടാമത്തെ പ്രോഗ്രാമും നമ്മുടെ വടക്കഞ്ചേരി പ്രിയദർശിനിയിൽ ജനനിബിഡത്തോടുകൂടി തന്നെ നടത്താൻ സാധിച്ചു. അതിലുപരി സാമൂഹിക സാംസ്കാരിക രംഗത്തും മാത്രമല്ല, നമുക്ക് സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നതോ അസുഖബാധിതരായവരെയോ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മളിലാവുന്നൊരു സഹായവും കൂടി ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോ നമ്മുടെ അഞ്ചുമൂർത്തി മകരത്തുള്ള ഒരു കുഞ്ഞിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുവാൻ, ഒരു കുഞ്ഞിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്, അതിനുള്ള പ്രവർത്തനത്തിലാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പില് ഇവിടെ ഈ വേദിയിലും ഗംഗേട്ടൻ വന്നതിന് ശേഷം അറിയിക്കാമെന്ന് കരുതിയതാണ്. ആ കുട്ടിയുടെ കാഴ്ച തിരിച്ചു പിടിക്കുക, ആ കുട്ടിക്ക് നമ്മുടെ ഈ ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരേ ഒരു രാവും പകലുമുള്ള ഓട്ടത്തിലുള്ള ഒരു തിരക്കിലാണ് ഗംഗേട്ടനും അതുപോലെ തന്നെ മോഹനേട്ടനും ഞാനും ഉൾപ്പെടെയുള്ള
നമ്മുടെ വോയിസ് ഓഫ് വടക്കഞ്ചേരി, ആ വടക്കഞ്ചേരിയുടെ ഈ തിരക്കിനിടയിലും നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയ ഗംഗേട്ടനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ വാർഡ് മെമ്പറാണ്. പറഞ്ഞറിയിക്കേണ്ടത് ആവശ്യമില്ല. നമ്മുടെ പനകുറ്റി പ്രദേശത്തിന്റെ ആദ്യത്തെ പ്രോഗ്രാമും നമ്മൾ ക്ലബ് അങ്കണത്തിലാണ് വാർഡ് മെമ്പർ ചെയ്തത്. ഇത് ഒരു വാർഡ് മെമ്പർ ആയതിനു ശേഷം നമ്മുടെ മെമ്പറുടെ ആദ്യത്തെ വാർഷിക പ്രോഗ്രാമും നമ്മുടെ ക്ലബിൽ തന്നെയാണ്. അതിൽ നമ്മുടെ ക്ലബില് എല്ലാവരും വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്, പ്രത്യേകിച്ച് മെമ്പറും. എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമയത്താണെങ്കിലും ഓടി നമ്മുടെ അടുത്തെത്തിയ വാർഡ് മെമ്പർക്ക് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് ജോണി ചേട്ടനാണ്. ജോണി ചേട്ടനെ നോട്ടീസിൽ മുൻ രക്ഷാധികാരി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ലബിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലുണ്ടായ രക്ഷാധികാരികളിൽ ഒരാളാണ് ജോണി ചേട്ടൻ. ജോണി ചേട്ടൻ ഈ വേദിയിൽ ഇരിക്കുന്നതിന് കാരണം നമ്മുടെ ക്ലബിന്റെ ഏതൊരു പ്രവർത്തനത്തിനാണെങ്കിലും ഏതൊരു ആവശ്യമായിട്ടാണെങ്കിലും ജോണി ചേട്ടനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചെയ്ത് നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ജോണി ചേട്ടനെ നമ്മൾ ആ രക്ഷാധികാരി എന്നുള്ള നിലയിൽ പറഞ്ഞത്. കാരണം നമ്മുടെ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യാനും എടുക്കാനും കൂടെ നിൽക്കുന്നവരായിരിക്കണം നമ്മുടെ രക്ഷാധികാരികൾ. ആ ഒരു രക്ഷാധികാരി പവർ ഞങ്ങൾ കമ്മിറ്റിക്കാർ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ജോണി ചേട്ടനെ രക്ഷാധികാരി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയിൽ ഇരിക്കുന്നതും ഇന്ന് ഈ വേദിയിൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ജോണി ചേട്ടന് ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാനമായ ഏലിയാസേട്ടൻ, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ്. നമ്മുടെ ഈ മേഖലയിൽ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഏലിയാസേട്ടന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനത്തിന് ഒപ്പം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലാണോ ഏത് കുടുംബത്താണോ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളുമായി കിടക്കുന്നതുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ക്ലബിലെ പിള്ളേരെ എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ച് അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അസുഖമാണെങ്കിൽ അസുഖം, അതിനുള്ള ചികിത്സയ്ക്കുള്ള സഹായങ്ങളാണെങ്കിലും ഇന്ന് വരെ ഈ പ്രദേശത്തുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നമ്മുടെ ക്ലബിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ കമ്മിറ്റിക്കാരോട് ഒപ്പം നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്നതിനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഈ വേദിയിൽ അഭിമാനിക്കാവുന്ന ഏലിയാസേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റ്. എല്ലാ വേദിയിലും പറയാറുള്ളതാണ്, എങ്കിലും കുറച്ച് സുപരിചിതര് നമ്മുടെ വേദിയിലുള്ളത് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം വഹിക്കാത്തത്, വൈസ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് എന്നുള്ളത് അത് ഞങ്ങളുടെ ഒത്തൊരുമയുടെ ഒരു മുഖം മാത്രമാണ്. അതിലുപരി വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. എങ്കിലും അഭിമാനത്തോടു കൂടി പറയാം, ഈ പ്രവർത്തനത്തിനും ഈ ഗ്രൗണ്ടിൽ ഇവിടം വരെയും ഈ നിമിഷം വരെയും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഇവിടം വരെ എത്തിക്കാനും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടു നടക്കാനും മുന്നിൽ നിന്ന പ്രസിഡന്റ് അജീഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സെക്രട്ടറി അരുൺ, ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് വിവരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് അരുണിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയല്ല, പാലക്കാട് ജില്ലയില് അല്ലെങ്കിൽ കേരളത്തില് എല്ലാവരും അഭ്യസിക്കുന്നതാണ് കരാട്ടെ. എന്റെ അടുത്ത സുഹൃത്തും ഒരു കുടുംബം പോലെ ജീവിക്കുന്നതുമാണ് ഞാനും സുമേഷേട്ടനും. കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റിൽ നിന്ന് അവിടെ നിന്ന് സുമേഷേട്ടൻ, അതായത് ഒരു
എന്താ പറയാ, നമ്മള് പഠിക്കുന്നതിന് അതിന്റെ അടിത്തറ മാന്തി പോവുക എന്ന് പറയുന്നത്, ആ ഒരു ചലഞ്ചായിരുന്നു സുമേഷന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെ, ഞങ്ങൾ പോലും ചിന്തിക്കുന്നതിന്റെ അപ്പുറം സുമേഷന്റെ കരാട്ടയ്ക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങി. ഓരോ ഉറക്കത്തിലും ഉണർവിലും മൈൻഡിൽ മുഴുവൻ കരാട്ടെ. കരാട്ടയുടെ പഠനങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്ന് മനസ്സിലാക്കി സ്വന്തം പ്രയത്നം കൊണ്ട് കരാട്ടയ്ക്ക് പഠിക്കുന്നതിനും ബാക്കിയുള്ള അറിവുകൾ നേടുന്നതിനും വേണ്ടി ജപ്പാനിൽ പോയി അവിടെ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് അവിടുത്തെ കരാട്ടയുടെ ആദ്യ പാഠങ്ങൾ തൊട്ട് അവസാന പാഠങ്ങൾ വരെ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് അഭിമാനമായി, നമുക്ക് നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന് അഭിമാനമായി. പഞ്ചായത്തിലും പല മേഖലകളിലും സ്വീകരണങ്ങൾ കഴിഞ്ഞതാണ്. സ്വീകരണങ്ങൾ കൊടുക്കാൻ നമ്മൾ വേദി ഇവിടെ പല പ്രാവശ്യം ഞങ്ങൾ ആലോചിച്ച് പിടിച്ചു വന്നെങ്കിലും മറ്റു പല പ്രോബ്ലം കൊണ്ട് അത് മാറ്റിവെക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് സുമേഷ് ഏട്ടൻ ഈ വേദി ഇവിടെ എത്താൻ ഇത്രയും വൈകിയത്. എങ്കിലും അത് ഞങ്ങൾക്കൊരു നഷ്ടബോധമായതുകൊണ്ടും ഈ വേദിയിൽ എത്തിയത് ഞങ്ങൾക്കൊരു അഭിമാനമായതുകൊണ്ടും, അത് മാത്രമല്ല കരാട്ടയുടെ ആദ്യത്തെ റഫറി ആ ഒരു അംഗീകാരം നേടിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് നിൽക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ കരാട്ടയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് ഇനി ഒരു അംഗീകാരം കിട്ടാനില്ല, ഡോക്ടറേറ്റ് വരെ നേടി ഈ വേദിയിലേക്ക് ഭംഗിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ തന്നെ അഭിമാനമായ സുമേഷ് ഏട്ടനെ ഞാൻ എന്റെ പേരിൽ ക്ലബിന്റെ പേരിലും വളരെ സന്തോഷത്തോടുകൂടി നല്ലൊരു കൈയടി കൊടുക്കണം, ആർത്തവുമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ട്രഷറർ ജോഫിനെയാണ് അടുത്തത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. ജോഫിക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തും ക്ലബിന്റെ വൈസ് പ്രസിഡന്റും ആയ എൽദോ സെന്നിയെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനോ എടുക്കാനോ നിൽക്കുന്നില്ല. ഇനി ഇതിന്റെ വിശദാരണങ്ങൾ എല്ലാം പറയും. ഈ വേദിയിലേക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി എൽദോ സെന്നിയെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയും എൽദോ സെന്നിയെ ക്ഷണിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വേദി ഇങ്ങനെയാക്കിയതും ഈ ക്ലബ്ബ് ഇവിടം വരെ എത്തിയതും നമ്മുടെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ്. ഈ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും എല്ലാവരും കൂടി ചേർന്നുള്ള പ്രോത്സാഹനത്തിന് പ്രവർത്തന കഴിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പിന്തുണയും പിന്നിൽ നിന്നുള്ള ബാക്കി സപ്പോർട്ടും നിങ്ങളാണ്. ആ നിങ്ങൾക്ക് സ്വാഗതം ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വേദിയിൽ എനിക്കെന്ത് അധികാരം? ആദ്യം ക്ഷമയോടുകൂടി ഞാൻ നിങ്ങളെ ഈ വേദിയിലേക്ക് ഇവിടെ എത്തിയ എല്ലാവർക്കും ഹാർദമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഒരു അധ്യക്ഷ പ്രസംഗത്തിനുള്ള സമയമല്ല എന്ന ഉത്തമ ബോധ്യത്തോടെ, കാരണം നമുക്കറിയാം നമ്മളൊക്കെ എന്തിനാ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇന്ന് വരാൻ കുറച്ച് വൈകി, എൻ്റെ കാരണം ഇവിടെ പറഞ്ഞു. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. എന്തായാലും നമ്മുടെ ക്ലബ്ബ് വലിയ വളർച്ചയുടെ പാതയിലാണെന്ന് നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഇന്നത്തെ ഈ സ്റ്റേജും ഈ ഗ്രൗണ്ടും എന്ന് എല്ലാവർക്കും അറിയാം. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുവാൻ ഈ പനംകുറ്റിയുടെ വാർക്ലബിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ എല്ലാവരുടെയും തുടർന്നുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. മറ്റൊന്ന്, വേദിയിൽ നിരവധി ആളുകളുണ്ട്. ഒരു തരത്തിൽ ഈ മറ്റൊരു തരത്തിൽ എല്ലാവരും തന്നെ വളരെയധികം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും താഴെ തുടങ്ങിയ വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന പ്രസാദ്, ഞങ്ങൾ കുട്ടൻ എന്നാണ് വിളിക്കുക കേട്ടോ, അവിടുത്തെ ബോർഡിൽ നിങ്ങൾ കണ്ടല്ലോ. ലീലാമ്മ ചേച്ചിയോട് പറയുകയുണ്ടായി, ഭാരതസംഘം സംഘടനാ രംഗത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പ്രധാനിയുടെ ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് എൽദോ ചേട്ടൻ. അങ്ങനെയാണ് പരിചയം. അവിടെ നിന്ന് തുടങ്ങിയാൽ ആ സാഹചര്യത്തിലേക്ക് എന്നെ എത്തിച്ച പാർട്ടിയുടെ മെമ്പർഷിപ്പ് എനിക്ക് തന്നയാളാണ് ഗംഗേട്ടൻ. അങ്ങനെ പല രൂപത്തിൽ ഭാരതസംഘം രക്ഷാധികാരി സമിതിയുടെ ഏരിയയുടെ ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ അന്ന് കലാധരേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി രംഗങ്ങളിൽ എല്ലാവരുമായും തന്നെ വിവിധ അവസരങ്ങളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം
എന്നെ ഞാനാക്കുന്നതിലും ഒരു വ്യക്തി എന്ന നിലയിൽ വളർത്തുന്നതിനും ഒരുപാട് സഹായകരമായ സംഗതികളാണ്. അതുപോലെ തന്നെയാണ് ഈ ക്ലബിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരും. നിങ്ങൾക്കറിയാം, ഈ പ്രാവശ്യത്തെ ഒരു പരിമിതി നമുക്കുണ്ടായത് ഓരോരുത്തരെയും നേരിൽ കണ്ട് വീട്ടിൽ വന്ന് ക്ഷണിക്കുന്നതിന് സ്വല്പം കാലതാമസം നേരിട്ടു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് പാലക്കുഴി പള്ളിപ്പെരുന്നാൾ എന്നായതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ പങ്കാളിത്തത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും വിശിഷ്ടാതിഥികളെയും ഓരോ രീതിയിൽ നമ്മൾ ഇവിടെ എത്തി നമ്മളുമായി സഹകരിച്ചു പോകുന്നവരാണ്. ഈ ക്ലബിനെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. നമ്മളുമായി വളരെയധികം അടുത്ത് പ്രവർത്തിച്ചു പോകുന്നവരാണ്. അവരെല്ലാവരും നിങ്ങളോട് ഈ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയുണ്ട്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം എന്നതിൽ വേറൊന്നും പറയുന്നില്ല. കാരണം നിരന്തരം എന്നെ നിങ്ങൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് അധികം ഒന്നും പറയാനില്ല. വരും കാലങ്ങളിൽ ഈ ക്ലബിനെ വലുതാക്കി വളർത്തുന്നതിനും റഫീഖ് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല. ഈ കുട്ടികൾ കാലങ്ങളായി ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രൗണ്ടില്ല എന്നുള്ളത്. ആ പരിമിതി പരിഹരിക്കുന്നതിന് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും വരും വർഷങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ മൊബൈലിൽ ഞോണ്ടിയിരിക്കുന്ന സമയവും മറ്റ് വിവിധ മേഖലകളിലേക്ക്, നമ്മൾ ആഗ്രഹിക്കാത്ത മേഖലകളിലേക്ക്, ഞാൻ മേഖലകളെ കുറിച്ച് പറയുന്നില്ല, കലാകായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് അവർക്ക് സാഹചര്യമില്ലാത്തതിനാണ് പുതിയ തലമുറ ഏതെങ്കിലും നിലയിൽ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം. ഈ തിരിച്ചറിവുണ്ടാകേണ്ടത് മാതാപിതാക്കൾക്കാണ്. അതെ, നിങ്ങളുടെ സമ്പാദ്യം വെക്കേണ്ടത് നിങ്ങളുടെ മക്കളിലാണ്. ആ മക്കളിൽ സമ്പാദ്യം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളർത്തുന്നതിന് വേണ്ടിയാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതേപോലെ തന്നെയാണ് വായനയും കലാകായിക മേഖലയും. ഈ മേഖലകളിലൂടെ മക്കളെ വളർത്താൻ കഴിയുക എന്നുള്ളതാണ് എല്ലാ മക്കളും ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി ക്ലബിന് ഈ ഗ്രൗണ്ട് സ്വന്തമാക്കുന്നതിനുള്ള എല്ലാവിധ പിന്തുണയും നിങ്ങളിൽ നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ ഈ കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് PM കലാധരേട്ടനെ ക്ഷണിച്ചുകൊണ്ട്